വാർത്തകളിലേക്ക്. പൊങ്കാലയ്ക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ തലസ്ഥാന നഗരിയിലേക്ക് ഒഴുകിയെത്തിയ ആയിരങ്ങൾ. ഒരു വർഷത്തെ കാത്തിരിപ്പിന് നാളെ വിരാമം. 9:45 ശുദ്ധ പുണ്യാഹ ചടങ്ങുകളോടെയാണ് പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നത്. 10:15 അടുപ്പുവെട്ട്. എവിടെയും പൊങ്കാല തിരക്കാണ്. നാടും നഗരവും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. വിവിധ ദേശങ്ങളിൽ നിന്നായി നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിലും ക്ഷേത്ര പരിസരത്തും അടുപ്പുകൂട്ടി കാത്തിരിക്കുകയാണ് ഭക്തർ. ഒരു വർഷത്തെ കാത്തിരിപ്പിന് പണ്ടാരടുപ്പിൽ തീ പകരുന്നതോടെ വിരാമം. മുടങ്ങിയിട്ടില്ല. ഞങ്ങൾക്ക് ഒരേ വർഷം ചെല്ലുന്തോറും ആകാംക്ഷ കൂടിക്കൊണ്ടിരിക്കുക. ഇവിടെ വരണം ആറ്റാലമ്മേ. സങ്കടം കൊണ്ട് സഹിക്കാൻ വയ്യ. കടമുണ്ടായിരുന്നു, അതിനെല്ലാം ഒരു പരിഹാരമുണ്ട്. ആറ്റുകാലമ്മക്കാനി തന്നു. എല്ലാ വർഷവും ഇവിടെ വരുമ്പോൾ സങ്കടം സഹിക്കാൻ. രാവിലെ 9:45 ശുദ്ധ പുണ്യാഹത്തിന് ശേഷം 10:15 അടുപ്പുവെട്ട്. ഉച്ചയ്ക്ക് 1:15 ഉച്ചപൂജയ്ക്ക് ശേഷം നിവേദ്യം. പൊങ്കാല സമർപ്പണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ. സർക്കാർ സംവിധാനങ്ങളും പൂർണ്ണ സജ്ജമാണെന്ന് മന്ത്രിമാർ. തലസ്ഥാനത്തിന് പൂർണ്ണമായി സജ്ജീകരിച്ചു കഴിഞ്ഞുവെന്ന് മാത്രമല്ല, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഏകോപിപ്പിച്ച് ജാഗ്രതാപൂർണമായ സമീപനം ഇതിനോടകം സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആയിരക്കണക്കായ വനിതകളടക്കമുള്ള പോലീസ് സേന ഫലപ്രദമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. എന്ത് കുറവുണ്ടെങ്കിലും ആ കുറവ് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുള്ള കൺട്രോൾ റൂം വളരെ ഭംഗിയായി ഞങ്ങളത് നിരീക്ഷിച്ചു. മറ്റ് വാട്ടർ അതോറിറ്റി, ഇലക്ട്രിസിറ്റി ബോർഡ് ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളും അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു. 4000 പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി വിന്യസിച്ചിരിക്കുന്നത്. 1000-ഓളം വനിതാ പോലീസുകാരും ഭക്തരുടെ സുരക്ഷയ്ക്കായി സജീവം. ഹീറ്റ് ക്ലിനിക്കും മെഡിക്കൽ ക്ലിനിക്കും ഉൾപ്പെടെ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കി ആരോഗ്യവകുപ്പ്. കോർപ്പറേഷൻ, ഫയർഫോഴ്സ്, KSEB, ജല അതോറിറ്റി തുടങ്ങി വിവിധ വകുപ്പുകൾ ഒരുമിച്ച് ഭക്തർക്കായി സുരക്ഷയൊരുക്കും. നാളെ രാത്രി 8 മണിവരെ തലസ്ഥാനത്ത് ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.